ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മീൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു കപ്പപ്പുട്ടിൻ്റെ റെസിപ്പിയും ലോക്കി വെച്ചിട്ടൊരു മോരുകറി അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടോട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെമ്മീനില്ലേ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇത് ഞാൻ ടൊമാറ്റോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് പിന്നെ വേറെ മസാലകളൊന്നും പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചെമ്മീനിലുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ മസാലകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ്റെ ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ദേ ഞാൻ 2 വെല്ലുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം, പിന്നെ ഒരു 4 ഗ്രീൻ ചില്ലി, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. പിന്നെ ചെമ്മീൻ ഇവിടെ 1 കിലോ ഉണ്ട്. ഞാൻ 1 കിലോ ചെമ്മീൻ എടുക്കുന്നില്ല, ഒരു 200 ഗ്രാമോളം ചെമ്മീൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തലേ ദിവസം ഫ്രൈ ചെയ്ത ഓയിലാട്ടോ. നിങ്ങൾക്ക് സാധാ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കട്ടോ. കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതേ ഞാൻ അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് അങ്ങ് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് പോണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുത്തൽ വരും. അപ്പം നമ്മൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുത്ത് സ്മെല്ലൊന്ന് പോയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ടൊമാറ്റോ അല്ലേ, ടൊമാറ്റോ ഇതിൽ നമ്മൾ ഉടഞ്ഞ് വരണം കേട്ടോ. അതാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഉള്ളിയൊന്നും നമുക്ക് കൂടുതലായിട്ട് വെന്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ടൊമാറ്റോ നല്ലതുപോലെ ഉടഞ്ഞു വരണം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ടൊമാറ്റോ ഒക്കെ ഉടഞ്ഞു വരും. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു ഭാഗം, നമ്മൾ ടൊമാറ്റോ നല്ലതുപോലെ ഉടഞ്ഞു വരണം. ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിന് ഉപ്പ് വേണ്ടതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മളെ ചെമ്മീനില്ലേ, ചെമ്മീൻ മസാല വരട്ടി വെച്ചിട്ടില്ലേ, അത് ഞാനൊരു 200 ഗ്രാമോളം ഉണ്ട്, അത് ഞാനിത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കണം. ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ചെമ്മീൻ വെന്ത് ആ വെള്ളം ഒന്ന് വറ്റി വരണം, അത് വരെ കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചാൽ ഇതിൽ വെള്ളം വരും. പിന്നെ അത് അതിലിരുന്ന് വെന്ത് ആ വെള്ളം ഒന്ന് വറ്റി വരും കേട്ടോ. ഇടയ്ക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ദേ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിലല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഉപ്പ് ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം ഇനി ഉപ്പ് ആവശ്യം വരില്ല. ഞാൻ മസാലയ്ക്കുള്ള ഉപ്പാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ ആ വെള്ളം ഒന്ന് വറ്റി വരണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ദേ നമ്മളെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി ഇപ്പോൾ ദേ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയുടെ ഇലയും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് പുട്ടിനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയാണ്. അതാവുമ്പോൾ നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അതല്ല നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് ചില ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യാൻ എളുപ്പം ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 2 കപ്പ് ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഉലുവപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകമല്ലേ, നല്ല ജീരകം, അത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇല്ലേ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കാറ്, ഇപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 2.5 കപ്പ് വെള്ളം എനിക്ക് ആവശ്യം വരാറുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം എടുത്താലും ഞാനിപ്പോൾ ഇതിൽ 2.5 കപ്പ് വെള്ളം എടുക്കുന്നില്ല, 1.5 കപ്പ് വെള്ളം എടുക്കുന്നുള്ളൂ. 1 കപ്പ് ഞാൻ നീക്കി വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിലോട്ട് എടുക്കുന്ന കപ്പ ഫ്രോസൺ കപ്പയാണ്. അപ്പോൾ ഫ്രോസൺ കപ്പയിൽ സാധാ വെള്ളത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഐസ് വരുമല്ലോ, ആ വെള്ളം കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനനുസരിച്ച് നോക്കി ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നീക്കി വെച്ചിട്ട് ഞാൻ കപ്പ എടുത്തിട്ടുള്ളത് ഫ്രോസൺ കപ്പനെ 2 വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 2 വലിയ കഷ്ണം എടുത്തിട്ട് അതിൽ നിന്നൊരു 1/2 കഷ്ണം മാത്രം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. 1/2 കഷ്ണം എടുക്കാൻ പറ്റാത്ത കാരണം എന്താ വെച്ചാൽ ഫ്രോസൺ ആകുമ്പോൾ നമുക്ക് ചീവി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കപ്പ എടുത്തിട്ട് നമ്മൾ സ്ലൈസറില്ലേ, നമ്മുടെ സ്ലൈസറിൻ്റെ അതേ ഈ ഭാഗമല്ലേ, ഈ കുഞ്ഞ് ചീവി എടുക്കുന്ന ഭാഗം, ഇതിൻ്റെ വലുതുണ്ട് ആ ഭാഗമല്ല, അതിൻ്റെ കുഞ്ഞ് ചീവി എടുക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് നല്ലതുപോലെ നമ്മളൊന്നങ്ങ് ചീവി എടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ ചീവി എടുത്തിട്ടുണ്ട്. അതിൽ വലിയ പീസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ ചീവി വരുമ്പോൾ. അപ്പോൾ അതേ ഇനി ഇത് പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടിനുള്ള പൊടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതെ നമ്മളെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങ ചിരവിയതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മളെ ചെമ്മീൻ്റെ ഫില്ലിംഗ് ഇല്ലേ അതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ പുട്ടുണ്ടാക്കുന്നതില്ലേ അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, സ്റ്റീം ചെയ്യുന്നത്. അതിൽ ഞാനിത് ചെമ്മീൻ നടുക്ക് വെച്ചെടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് കോക്കനട്ട് ചെറിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഓരോരുത്തർക്ക് ചിലവർക്ക് മസാല കൂടുതൽ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് മസാല കുറവാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ആവശ്യത്തിന് തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ പിന്നെ നമ്മളെ പുട്ടുപൊടിയില്ലേ പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ കേട്ടോ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതേ ഞാൻ പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രാവിലെ മോൻക്ക് സ്കൂളിൽ വെജിറ്റബിൾ ഡേ ആണ്. പിന്നെ അതിന് ടിപ്പിങ്സിന് വേണ്ടിയിട്ട് തഹീന ഒരു ടീസ്പൂണും ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ രാവിലെ. അപ്പോൾ അതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മോരുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തെ ചോറിനുള്ള മോരുകറി റെഡിയാക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ ലോക്കിയില്ലേ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കി അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ ഇഷ്ടം ചെറുതാക്കി അരിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ഇനി ചെറുതാക്കിയിട്ട് ഇതുപോലെ തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളൊരു കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് പിന്നല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ലോക്കി ഒരൊറ്റ വിസിലടിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ ചിരവിയതും അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഗാർലിക്ക്, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അത് 3-4 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കണം. നല്ലതുപോലെ എന്ന് വെച്ചാൽ നല്ലതുപോലെ അരച്ചെടുക്കണം, തരില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പില്ലേ അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അരപ്പ് വേവേണ്ട ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടിയിൽ അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 3 പച്ചമുളകും കൂടിയിട്ട് നമുക്കിതിൽ കീറിയിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഈ തിള നിൽക്കണം. തിള നിന്നാൽ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് 1.5 കപ്പ് 250 ml 1.5 കപ്പ് തൈര് ഞാൻ നല്ലതുപോലെ കയ്യിൽ വെച്ച് ഉടച്ചതാട്ടോ, മിക്സിയിൽ അടിക്കരുത്. ഇനി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം. നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ ബബിൾ നിന്നതിന് ശേഷം വേണം നമ്മളിതിലോട്ട് തൈര് ഒഴിച്ചെടുക്കാൻ കേട്ടോ. തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഇതിനി പിന്നെ തിളപ്പിക്കില്ല കേട്ടോ. ഇനി മോരുകറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉലുവല്ലേ, ഉലുവ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും. കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉണക്കമുളകില്ലേ അതൊരു 2 പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് പിന്നെ ചെറിയ ജീരകമില്ലേ, ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കായല്ലേ അസഫറ്റിയുടെ അതൊരു പിഞ്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. കായ ഇട്ട് കൊടുത്തിട്ട് കായൊന്ന് അതിൻ്റെ കളറൊന്ന് മാറും, ബ്രൗൺ ആവും. അപ്പം നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കറി അങ്ങ് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലോക്കി വെച്ചിട്ടുള്ളൊരു മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉണക്കച്ചെമ്മീനില്ലേ, ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടൊരു സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ. അതിലോട്ട് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ അതിലോട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ വേണം. ഞാനൊരു 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും കളഞ്ഞ് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് പാനിൽ വെച്ചിട്ടൊന്ന്
ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റോ സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി നല്ലതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 2-3 ഗ്രീൻ ചില്ലി, 2 അല്ലി ഗാർലിക്ക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 വേപ്പിൻ്റെ ഇല, പിന്നെ നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ അതൊരെണ്ണം. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്ത വരണ്ട, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഐസിൻ്റെ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ അതിൻ്റെ എരിവൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ 2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങ ചിരവിയത് ഇട്ടിട്ട് അത് മൊരിയൊന്നും വേണ്ട കേട്ടോ. തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തൊന്നും വരണ്ട. ഒന്നങ്ങ് കളറ് മാറി ഒരു ട്രാൻസ്പാരൻറ്റ് പോലെ ആയി കിട്ടുമ്പോൾ നമ്മളിതൊന്നങ്ങ് നീക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ ഓയിലൊന്ന് കാശ്മീരി മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നങ്ങ് പതഞ്ഞ് വരും. ആ സമയത്ത് നമ്മൾ കോക്കനട്ട് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതെ, ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മൊരിയാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഗത്തും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ വിനീഗറില്ലേ അതിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് തന്നെ, വിനീഗറിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ടീസ്പൂൺ ഉണ്ടാവും, 2 ടീസ്പൂണോളം ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വിനീഗർ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വിനീഗർ എത്തുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസിലിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലില്ലേ അതിലിട്ടിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ.